സൂപ്പർ സൂപ്പർ. ശബാഷ് ശബാഷ്. വൈഷ്ണവി കുട്ടി, എന്തോ ചേച്ചി? കല്യാണ ചെക്കൻ എവിടെയുണ്ടോന്നാ ചോദിച്ചത്. എവിടെയുണ്ടോ? സുന്ദരൻ ആളാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ എവിടെയോ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇല്ല. ചുന്ദരൻ എന്നെ ഇങ്ങനെ കൈ കാണിച്ചിട്ടാണ്. അയ്യോടാ, ആയിരിക്കും. ഈ ചേട്ടന്റെ അടുത്ത് വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരെയാ കാണിച്ചതെന്ന്. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താ? ഈ ആന്റി എന്തിനാ ഉമ്മ വെച്ചപ്പോ എന്തിനാ ചേച്ചിന്ന് വിളിച്ചത്? ആന്റിയോ? ചേച്ചിയല്ലേ? ചേച്ചി ആന്റി ചേച്ചിയാ. വേഷമൊക്കെ കെട്ടി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചേച്ചിയാ. അപ്പൊ ഇതോ? ചേട്ടൻ. അങ്കിൾ. അങ്കിൾ കണ്ടോ? ഇതോ? അങ്കിൾ. അറ്റത്തിരിക്കുന്ന ആളോ? അങ്കിൾ. അല്ല മോളെ, ഗ്രാൻഡ് പാ. ആണോ? ഇതിൽ ആരാണ് ഗ്രാൻഡ് പാ മോളെ? യഥാർത്ഥ ഗ്രാൻഡ് പാ അറിയത്തില്ല. അവക്കറിയാം. ചേട്ടാ, കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവും പ്രായം, അതാണ്. ചേട്ടന് എത്ര പറയിപ്പിക്കാൻ നോക്കിയാലും വൈഷ്ണവി പറയില്ലല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് മനസ്സിലായില്ല. മോളെ, എന്തോ പാട്ട് നല്ല സെലക്ഷൻ, നല്ല അതിഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് പാടി. കാരണം ഒരു മിസ്റ്റേക്കും പറയാനില്ല. കാരണം എന്താ പറയുക, കാരണം ഇങ്ങനെ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വളരെ ഈസിയാണ്. ഇവിടെ വെറുതെ ഇരുന്നാൽ മതി. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും പറയാനില്ല. അങ്ങ് കസറി വിടുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 2 പല്ലെന്നുള്ള 3 പല്ല് തരണം എനിക്ക്, കേട്ടോ? ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. മകളെ, ഇത്രയും നന്നായിട്ടൊക്കെ പാടിയ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. എന്ത്? ഹാൻഡ്സ് അപ്പ്. അയ്യോ, എന്തിനാന്നറിയാം? ആ വലത് സൈഡിലും ഇടത് സൈഡിലുള്ള മേലെയുള്ള 2 പല്ല് അതാ വായടച്ചു വെച്ചിരിക്കുന്നത്. ബോട്ടിൽ കൊടുക്കണ്ടേ? അങ്കിളിന് കൊടുക്കണ്ടേ? എടുത്തോട്ടെ ഇപ്പൊ. ഞാൻ തരാം. അടുത്ത ഷൂട്ടിന് വരുമ്പോ ചിലപ്പോ ഇത് ആടുന്നുണ്ട്, അപ്പൊ അത് പോകുമ്പോ ഞാൻ അത് തരാം. ഓക്കെ, വെരി ഗുഡ്. പൈസ ഒന്നും ചോദിക്കരുത് കേട്ടോ, എനിക്ക് എമൗണ്ട് ഒന്നും തരാനില്ല. ആ ശരി. സെലിബ്രിറ്റി അല്ല, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്ക് ചിലപ്പം ആൾക്കാരൊക്കെ വിചാരിക്കും ഇതിന് ഒരു പല്ലിന് 1 ലക്ഷം രൂപ വെച്ചിട്ട് 3 ലക്ഷം രൂപ. എത്ര രസമായിട്ടാണ് പാടുന്നത്. കാണാൻ ചുന്ദരൻ എന്നുള്ളത്, എൻ്റെ മാരൻ എന്നുള്ളത്. അതെ, അതുപോലെ പല 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 സ്ഥലങ്ങളിൽ ഉള്ളത് അല്ലേ? ആ മേലെയുള്ള പോർഷനൊക്കെ എത്ര ഈസി ആയിട്ടാണ് പാടിയത് അല്ലേ? ഈസി ആയിട്ടാണോ പാടിയത്? ആണോ? ഈസിയാണോ ഈ പാട്ട് പാടാൻ? ശ്രീമോട്ടെ, ഞാൻ ആലോചിക്കായിരുന്നു, എപ്പോഴും ഏറ്റവും സിമ്പിളായിട്ടുള്ള മ്യൂസിക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. ഇതിപ്പോൾ രാഘവ് മാസ്റ്ററുടെ ഇത് ഈണം ചെയ്തിരിക്കുന്ന ഇത് മ്യൂസിക് കമ്പോസർ ആരാണ്? മ്യൂസിക് ചെയ്തത് കെ രാഘവ മാഷൻ. വെരി ഗുഡ്. ഇത് എഴുതിയത് പി ഭാസ്കരൻ മാസ്റ്റർ. ആ, ഇത് ഓർക്കുമല്ലോ, എപ്പോഴും ഓർക്കുമല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കും നമ്മുടെ കൂടെ ഇല്ല, അവർ 2 പേരും, അവർക്ക് 2 പേർക്കും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പാട്ട്. എന്തേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസലായിട്ട് പാടി. താങ്ക് യു. ഇപ്പം നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഓരോ ശ്രുതിയും വൈഷ്ണവിക്ക് എടുത്തു കൊടുക്കുമ്പോഴും കറക്റ്റായിട്ടാണ് ആ പിച്ചിൽ പാടുന്നത് മോള്. അതിങ്ങനെ ആ ഒരു ശ്രുതിയുടെ ജ്ഞാനം ഉണ്ടാവാൻ ഇത്ര ചെറുതാകുമ്പം ഒരിക്കലും മാറുന്നില്ല അവൾക്ക്. ഓരോന്ന് ചെയ്യുമ്പോഴും അതിലേക്ക് കറക്റ്റാ ബാങ് ഓൺ പിച്ചിൽ പാടുന്നു. ഒരു 2 ടോൺ കയറ്റിയിട്ടും ഗംഭീരമായിട്ട് പാടി. അപ്പോഴാണ് ശരിക്കും ആ പാട്ടിൻ്റെ ആ പ്രസൻസ് വന്നത് വൈഷ്ണവിയുടെ ശബ്ദത്തിൽ. അസലായിട്ട് പാടി. ഇത്ര ഒരു പഴയ പാട്ടാണ്, ഒരു ക്ലാസിക് മെലഡിയാണ്. അത് ഈ കുഞ്ഞു ശബ്ദത്തിലൂടെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക്. ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ കണ്ണാ. വെരി ഗുഡ്. ഇതേമാതിരി എല്ലാ പാട്ടും നല്ല ഭംഗിയിൽ പഠിച്ചു വന്നിട്ട് പാടൂ കേട്ടോ. ഓക്കെ അമ്മ, ലവ് യു. വൈഷ്ണവി, എന്താ സലീം കുമാർ? അത്ര നീട്ടൊന്നും വേണ്ട, ചെറുതാക്കി വിളിച്ചു കേട്ടാ. വൈഷ്ണവി വളരെ ഇഷ്ടമായി. വൈഷ്ണവി തകർത്തു. വൈഷ്ണവി ഇപ്പോ ഇത് എഴുതിയത് ആരാണെന്ന് പറഞ്ഞു, സംഗീതം ആരാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഏത് രാഗമാണെന്ന് അറിയാമോ?
ഞാൻ പറഞ്ഞുതരാം. അല്ല ഞാൻ കൊച്ചിനോട് ചോദ്യമായിട്ട് ചോദിച്ചല്ല. അതല്ല പാവല്ലേ, ഞാൻ രാഗം പറഞ്ഞുതരാം. അല്ല കൊച്ചിനോട് ചോദ്യമായിട്ട് ചോദിച്ചല്ല, ചോദിച്ചല്ലോ. അവർക്ക് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയാ. എനിക്കറിയില്ല. അല്ല, നമുക്ക് ആർക്ക് ഈ രാഗം അറിഞ്ഞൂടെ? നമുക്ക് അറിയാവുന്ന ഒരു രാഗം എന്ന് പറയുന്നത് അനുരാഗം മാത്രമാണ്. ഞാൻ പഠിപ്പിച്ചു, എന്റെ ശിഷ്യാണ്, ഞാൻ പഠിപ്പിച്ചു. നിന്ന് കോരി ഞാൻ പഠിപ്പിച്ചു. അല്ല അവിടെ താഴത്തെ പഠിപ്പിച്ചില്ലേ? ഒന്ന് പാടി ഒന്ന് നിന്ന് കോരി. അത് തമിഴാ. ആ തമിഴായാലും നിന്ന് കോരിക്ക് തമിഴൊന്നുമില്ല. അത് ഏത് ഭാഷയിലും നിന്ന് കോരല് തന്നെയാ. നിന്നു കോരി വരണം വരണം കേട്ടുപടി. എന്നെ തേടി വരണം കേട്ടുപടി സലീംജി, നിന്ന് കോരി കേട്ടില്ല. കേട്ടുപടി. ഞാൻ 1 മാസമായിട്ട് പഠിക്കാൻ തന്നാണ്, പഠിക്കാതെ വന്നിരിക്കുന്നു. ഇരുന്ന് കോരാമെന്ന് അങ്കിള്, നിന്ന് കോരാൻ പറ്റത്തില്ലെന്ന്. അടി കൊടുക്കണ്ടേ? അടി കൊടുക്കണോ? വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ വിട്ടിരിക്കുന്നു. വൈഷ്ണവിക്കുട്ടി പറഞ്ഞതുകൊണ്ട് വിട്ടിരിക്കുന്നു. ഓക്കെ. ഓക്കെ. ഏത് ഗ്രേഡാണ് മോൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് ആഗ്രഹിക്കുന്ന ഏത് ഗ്രേഡാ? ഞാൻ ആഗ്രഹിക്കുന്ന എ ഗ്രേഡ്. എ ഗ്രേഡ് തരൂല. അതെന്താ? സർ പല്ല് തരാന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ തരും സർ എന്നാലും അല്ല, അത് വിട്ടു ഞാൻ. എനിക്ക് 3 ലക്ഷം രൂപയുടെ 3 പല്ല് അടുത്ത വരുമ്പോ കൊണ്ടുവരും. ആടിയിരിക്കുക എപ്പോഴും. പക്ഷെ ഞാൻ എ ഗ്രേഡ് തരൂല. ഈ മാമന്റെ അടുത്ത് ചോദിച്ചു, ഈ അങ്കിളിന്റെ അടുത്ത്. എൻ.ജെ. ചന്ദ്രൻ സർ. ഞാനും എ ഗ്രേഡ് തരൂല. സിത്ത് കൊടുക്കൂ? എ ഗ്രേഡ് ഞാനും കൊടുക്കില്ല. അയ്യോ. അപ്പൊ എന്ത് ചെയ്യും? അവിടോ ഞാനാ ആ എന്റെ അവസ്ഥ കൊച്ചിനറിയാം. വെറുതെ ഇവിടെ ഇരിപ്പോത്രേ ഉള്ളൂ. എനിക്ക് ഈ സാധനമൊന്നുമില്ല. വെറുതെ ചുമ്മാ വെടിവായി അടിച്ചിട്ട് ഇവിടെ ഇരിക്കാന്ന് മാത്രം. അങ്ങനെയുള്ള കാര്യം വലിയ കഷ്ടമാണ് മോളെ. തന്നൊന്നൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ? അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കൂല. തരാത്ത ഇവർക്കേ ദൈവം കൊടുക്കുള്ളൂ. അനുഭവിക്കാതെ തന്നെ, അല്ലാതെന്താ? മോടെ ഗ്രേഡ് A+. A+. Congratulations. You got A+.